ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൈൻ ഇഷ്ടപ്പെടില്ല. അവനവിടുന്ന് കേരളത്തിന് പുറത്ത് കുറേ ദൂരത്ത് പോയിട്ട് ഒരു ബോർഡർ ഏരിയയിൽ ഷൂട്ടെല്ലാം ചെയ്ത് വന്നിട്ട് കുറച്ച് സീക്വൻസ്. പോലീസ് ഓഫീസർ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എല്ലാം ഒന്നുപോലെ ഇരിക്കും. എൻ്റെ പോലീസ് വേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കരിക്കുന്നൻ സിക്സേഴ്സിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പോലീസ് വേഷവും ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലുള്ള കമ്മീഷണറുടെ വേഷവും രണ്ടും അജഗജാന്തരം വ്യത്യാസമുണ്ട്. യൂണിഫോം ഇന്ന് തന്നെയാണ്. ബട്ട് ദെൻ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ആ ക്യാരക്ടർ വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമാവുന്നത്. അപ്പം ഇതിനകത്തും അതുപോലെ തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന എന്തൂസിയാസവും അതിനെ പിടിച്ചു പോകുന്ന ആ ഒരു പോലീസ് ഓഫീസർ. അപ്പം എനിക്കത് ചെയ്ത സമയത്ത് യെസ് ഐ ഫൗണ്ട് ഇറ്റ് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് പോലീസ് വേഷം ചെയ്യുക എന്ന് പറയുന്ന സമയത്തുള്ള വ്യത്യസ്തത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കഥയ്ക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം ഇതിനകത്തും ആ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്തുള്ളത് സീരിയസ് ആണെങ്കിൽ ഒരു കോമിക്കൽ അപ്രോച്ചായിരുന്നു. എല്ലാവരും എൻ്റെ ക്യാരക്ടർ കണ്ട് ചിരിച്ചിട്ടുള്ളൊരു പടം, ഈവൻ കുട്ടികളടക്കം ആ തെറി പിടിക്കുന്ന സീൻ. അപ്പം അതെന്താണ് ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാമോ ഇല്ലേ, അതിനകത്തുള്ള വിരോധാഭാസങ്ങൾ എല്ലാം ആ ക്യാരക്ടറിലുണ്ട്. പക്ഷെ ബാക്കി പല സീക്വൻസുകളിലും നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് സീരിയസ് ആണ്. അത് ഷൈൻ ഓൾറെഡി കഥയെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൈൻ ഇഷ്ടപ്പെടില്ല. അവനവിടുന്ന് കേരളത്തിന് പുറത്ത് കുറേ ദൂരത്ത് പോയിട്ട് ഒരു ബോർഡർ ഏരിയയിൽ ഷൂട്ടെല്ലാം ചെയ്ത് വന്നിട്ട് കുറച്ച് സീക്വൻസ്. അപ്പം ഷൈനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്ത് വിടേണ്ടതെന്നുള്ളതാണ്. അവനവരുടെ സ്ഥലം പറയുന്നില്ല, പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഷൈൻ പെട്ടെന്ന് ഒരു പടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിവിൻ പോളിയുടെയും ഡേറ്റും കൂടെ ഒന്നും മാറിയിരിക്കുന്നു. ബിക്കോസ് ഹീസ് ഡൂയിങ് ഇപ്പം ലിസ്റ്റിൻ്റെ പടം ചെയ്യുന്നത്. എൻ്റെ അസിസ്റ്റൻ്റാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പടത്തിനുണ്ട് ഫസ്റ്റ് ശരിയല്ല ചെറുതായിട്ട്. യെസ് അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. ഞാനടക്കം ഇന്ന് എനിക്കിപ്പം ഒരു പടം ചെയ്യണമെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റിനടുത്തും പോവാം, പറയാം. ബട്ട് ദെൻ ഈ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് ആദ്യം ചോദിക്കുന്നത് ഇത് തന്നെയായിരിക്കും, ഇതെങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ അവിടെ റിസ്ക് എടുക്കുന്ന ചില പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ പെടുന്ന ഒരു ഗണത്തിലാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. കാരണം കഥയിൽ ഉണ്ടെങ്കിൽ യെസ് എനിക്ക് ആർട്ടിസ്റ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യാവുന്നു. അപ്പം ഞാനും ഒരു പടം ഇതുപോലെ തന്നെ ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കഥയ്ക്കകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഇപ്പം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോലുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വെച്ചിട്ട് പ്രിവ്യൂ വെക്കും, നിങ്ങൾ തോന്നിയത് എഴുതിക്കുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ഈ കഥയിൽ എനിക്ക് ഒരാൾക്ക് ഇതിനെ കുറ്റം പറഞ്ഞ് തേക്കാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞൊരു പടം റിലീസ് ചെയ്യണം. അപ്പം ഇവിടെ ഉള്ളത് ഒന്ന് ബിസിനസ്, പ്രൊഡ്യൂസേഴ്സ് ചിലത് നോക്കുന്നത് ബിസിനസ്. എനിക്ക് അവിടെ നിന്നെല്ലാം കാശ് കിട്ടിയിട്ട് ഇത് സേഫ് ആയിരിക്കണം. ഞാൻ ഒരു സിനിമ പേര് പറയുന്നില്ല, മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. പിന്നീട് ഞാനും ലാലേട്ടനും കൂടെ ഒരു ഡിസ്കഷൻ നടത്തി. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് ഒരു ദിവസം രാത്രി വിളിച്ച് വെച്ചാൽ ഈ ക്യാരക്ടർ എൻ്റെ ഇതിന് മാച്ചാവുമെന്ന് വെച്ചപ്പം ഞാൻ പറയും എനിക്കുണ്ട്, ഞാൻ പിന്നെ കുറച്ച് സ്വാർത്ഥനായി പോയതാണ്, അത് നമുക്ക് ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ചെറുപ്പക്കാരെ വെച്ച് ചെയ്തു. പക്ഷെ അവിടെ ആ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പുതിയ ആളെ വെച്ച് ചെയ്യാറുണ്ട്. ആ കഥയിൽ എനിക്കുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് പിന്നെ തട്ടിത്തിരിഞ്ഞ സ്റ്റാർ തന്നെ വന്നു ചെയ്തത്. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഇന്നിവിടെ ആരാ പ്രൊഡ്യൂസേഴ്സ് അത് പറയും. പണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു, അവർ വീട്ടിൽ നിന്ന് പൈസയും കൊണ്ടുവന്ന് ബാഗിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ചെയ്യും. എന്നിട്ട് തിയേറ്റേഴ്സുകാരുടെ സപ്പോർട്ട്. അന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കട്ടായി. ഒരു ഫൈനാൻസറുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്ത് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ളതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരുള്ളവർ പടം ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരെന്ത് ചെയ്യും? ഇതുപോലുള്ളവർ അവരവരുടെ കയ്യിലുള്ള കാശ് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പടം ചെയ്യും. അപ്പോൾ അതിന് നിങ്ങളെപ്പോലുള്ള ആളുകൾ, ബിക്കോസ് നമുക്കെല്ലാവർക്കും സോഷ്യലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത് ഇതിൽ കൂടെ എനിക്ക് നെഗറ്റീവ് ന്യൂസ് പഠിക്കാൻ പറ്റും, പോസിറ്റീവ് പഠിക്കാൻ പറ്റും. ആ ഞാൻ പറയുന്ന വാക്കാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ട്രൈ ടു ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ അതിൻ്റെ കുറ്റമല്ല, അതിനപ്പുറത്ത് എന്ത് കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ പലരും മടിക്കുന്നുള്ളതെന്നല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പ്രൊഡ്യൂസേഴ്സും വരും, ഡയറക്ടേഴ്സും വരും, ആക്ടേഴ്സും വരും. അപ്പോൾ ഈ ക്ഷാമം മാറും. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.